ഹായ് ഓൾ ACCA ആസ്പിറൻസ് ആൻഡ് ACCA സ്റ്റുഡൻസ്. ഇപ്പോൾ ACCAയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു എൻ്റയർ റീസ്ട്രക്ചറിങ് തന്നെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. മൈസെൽഫ് റിസാൽ അഹമ്മദ്, ഐ ആം an ACCA affiliate and I have with me Miss Naomi Marin. She is an ACCA member. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ എന്താണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ACCA ഒരു സ്ട്രക്ചറിൽ? ഇപ്പോൾ ഞാനൊരു ACCA അഫിലിയേറ്റ് ആണല്ലോ, ഞാൻ ഇപ്പോൾ 13 പേപ്പേഴ്സ് എഴുതിയതാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിലുള്ള ചേഞ്ച് മെയിനായിട്ട് വന്നിട്ടുള്ളത്? ഓക്കെ, നമുക്കിപ്പം മെയിനായിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എക്സാംസിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം കറൻ്റ്ലി നമുക്ക് 13 പേപ്പേഴ്സാണ് ACCAക്ക് ഉള്ളത്. 3 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 13 പേപ്പേഴ്സിൽ P ലെവലിൽ നമുക്ക് 2 എസെൻഷ്യൽ പേപ്പേഴ്സും 2 ഓപ്ഷണൽ പേപ്പേഴ്സും ആണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ പുതിയ റീസ്ട്രക്ചറിങ് വന്നതിന് ശേഷം നമുക്ക് ആ 13 എന്നുള്ള പേപ്പേഴ്സ് 11 പേപ്പേഴ്സായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പം മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോളജ് ലെവൽ പേപ്പേഴ്സ്, നോളജിലെ ഫസ്റ്റ് പേപ്പറായി BT അവർ റിമൂവ് ചെയ്തു. ഇനി തൊട്ട് BT കാണില്ല, BT എടുത്ത് കളഞ്ഞു. ആൻഡ് ഓൾസോ സ്കിൽ ലെവൽ പേപ്പറിൽ നമുക്ക് ലോ ഉണ്ടായിരുന്നു, ആ ലോനെ നോളജ് ലെവൽ പേപ്പറിലേക്ക് ഇട്ടു. അപ്പോൾ നോളജ് ലെവലിൽ ഇപ്പോൾ നമുക്ക് 3 പേപ്പേഴ്സാണ് വരുന്നത്. അതുപോലെ സ്കിൽ ലെവലിൽ അവർ പേര് റീനെയിം ചെയ്തു, എക്സ്പെർട്ടീസ് എക്സാക്ട്ലി, അത് പെട്ടെന്ന് വിട്ടുപോയി. അതെ, എക്സ്പെർട്ടീസ് ലെവലിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 5 പേപ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ നോളജ് ലെവലിൽ 3 പേപ്പേഴ്സ്, എക്സ്പെർട്ടീസിൽ 5 പേപ്പേഴ്സ്. നേരത്തെ 6 ആയിരുന്നു, അതിപ്പോൾ 5 ആയി. എക്സാക്ട്ലി. ഇപ്പം പിന്നെ നമ്മൾ P ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ 2 എസെൻഷ്യൽ പേപ്പേഴ്സ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഓപ്ഷണൽ പേപ്പേഴ്സിലേക്ക് ഒരു പേപ്പറും കൂടെ അവർ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 5 ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രം നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി, ഒന്ന് ചൂസ് ചെയ്താൽ മതി. നേരത്തെ 11 പേപ്പേഴ്സ് ആയി. നേരത്തെ 2 നമ്മൾ ഓപ്ഷണൽ പേപ്പേഴ്സിൽ എഴുതാനായിരുന്നു, ഇപ്പം ഒരെണ്ണം മാത്രം നമ്മൾ എഴുതിയാൽ മതി. അതാണ് മേജർ ആയിട്ട് വന്നിട്ടുള്ള എക്സാമിലുള്ള നമ്പർ ഓഫ് എക്സാംസിലുള്ള ചേഞ്ച്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഈ BT എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ കുറേ കോർ കൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അപ്പോൾ ഇപ്പോൾ എവിടെയായിരിക്കും വരുന്നുണ്ടാവുക? അത് ലോ എന്നുള്ള പേപ്പറിലായിരിക്കും, വേറെ പേപ്പേഴ്സിൽ അവർ ഡെഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നത് അവർ പുതിയ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവർ അല്ലേ? യെസ്, നമുക്ക് ഇപ്പം കറൻ്റ്ലി ACCAയിലുള്ളത് EPS എന്ന് പറഞ്ഞൊരു മൊഡ്യൂളാണ്. അത് നമ്മൾ 13 പേപ്പേഴ്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 13 പേപ്പേഴ്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലോ ഈ EPS എന്ന് പറഞ്ഞ മൊഡ്യൂളും കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ അഫിലിയേറ്റ് ആവുന്നത്. പക്ഷേ ഈ പുതിയ സ്ട്രക്ചറിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ലെവലിലും, അതായത് നോളജ് ലെവൽ കഴിഞ്ഞ് ഒരു എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂളുണ്ട്. അപ്പം ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ 3 ലെവൽസിൽ നമുക്കിങ്ങനെ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ സ്റ്റുഡൻസ് നോളജ് ലെവലിൽ അല്ലെങ്കിൽ സ്കിൽ ലെവലിൽ ഒരു പേപ്പറൊക്കെ ഇങ്ങനെ അവർ ഡെഫർ ചെയ്ത് വെച്ചിട്ട് പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്ന് നോളജ് ലെവലിൽ എക്സാം എഴുതുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പം ഇനി തൊട്ട് അത് നടക്കില്ല. നമുക്ക് നോളജ് ലെവലിലെ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത എസെൻഷ്യൽ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്താലാണ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും അതേപോലത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനും ഇതേപോലെ ഒരു എന്താ പറയുക നോളജ് ലെവൽ പേപ്പർ മാറ്റി വെച്ച് പിന്നെ പ്രൊഫഷണൽ ലെവലൊക്കെ എഴുതി, അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, പിന്നെ നോളജ് ലെവൽ എഴുതിയെടുത്തത്. അപ്പോൾ ഇനി ആ കളി നടക്കില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് പെട്ടുപോയി. ഓക്കെ, അപ്പോൾ ഈ എസെൻഷ്യൽ മൊഡ്യൂൾ നമുക്ക് ഏതർ നോളജ് ലെവൽ ചെയ്യാം, നോളജ് ലെവലിലെ പേപ്പേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന് മുന്നേയും ചെയ്യാം, നോളജ് ലെവലിന് മുന്നേയും ചെയ്യാം. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുള്ളൂ. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഈ BTയുടെ കോർ കൺസെപ്റ്റ്സ് ഈ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ലെവലിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോളജ് ലെവൽ കഴിഞ്ഞിട്ട് ഒരു എംപ്ലോയബിലിറ്റി മൊഡ്യൂൾ, പിന്നെ എക്സ്പെർട്ടീസ് ലെവൽ ആണല്ലോ ഇപ്പോൾ, അത് കഴിഞ്ഞിട്ട് ഒരു എംപ്ലോയബിലിറ്റി മൊഡ്യൂൾ, ആൻഡ് ഫൈനലി ഓൾസോ ഇനി അതർ മൊഡ്യൂളുണ്ട്. അപ്പോൾ ഒരു മൊഡ്യൂൾ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, ഉണ്ട്. ഓക്കെ, ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു പോസ്റ്റർ പോലെ കണ്ടിരുന്നു, ലൈക്ക് ACCAൻ്റെ. അതിൽ നമുക്ക് 4 ലെവൽസ് ആയിട്ട് കണ്ടിരുന്നു. അപ്പോൾ 4 ലെവൽസ് ആയി മാറുകയാണോ, അതോ ഇപ്പം നിങ്ങൾ പറഞ്ഞു 3 ലെവൽസ് തന്നെയാണ്? അപ്പോൾ 4 ലെവൽസ് ആണോ അതോ 3 ലെവൽസ് തന്നെയാണോ ഉള്ളത്? എക്സാക്ട്ലി, പോസ്റ്റിൽ 4 ലെവൽസ് എന്നുള്ള രീതിയിലാണ്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ലെവലായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡയറക്റ്റ് ACCA നമുക്ക് ചെയ്യാൻ ക്വാളിഫൈ ആവാത്ത സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ACCA ചെയ്യാൻ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്വാളിഫൈ ചെയ്യാത്ത ഒരു സ്റ്റുഡൻറ്റിനും ACCA ചെയ്യാൻ പറ്റും. അവർക്ക് ACCA ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, അവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ് ഈ ഫൗണ്ടേഷൻ
എഴുതി അത് ചെയ്താൽ മാത്രമാണ് അവർക്ക് ECCയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ഇപ്പോൾ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് ആ ഒരു ഫൗണ്ടേഷൻ പോകേണ്ട ആവശ്യമില്ല, അവർക്ക് ഡയറക്റ്റ് നോളജ് ലെവലിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ FIA റൂട്ടുള്ള പോലെ അതിൽ ഇപ്പോൾ സയൻസ് എടുത്ത് ചിലപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ FIA റൂട്ട് പോകാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ആ ഫൗണ്ടേഷൻ. അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് നെസസറി. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു റെഗുലർ സ്റ്റുഡൻറ്റ് വരികയാണെങ്കിൽ അവർ നോളജ് ലെവൽ റെഗുലറായിട്ട് ഒരു ECC ചെയ്യാൻ ക്വാളിഫൈ ചെയ്ത ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഫൗണ്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി ദോസ് സ്റ്റുഡൻസ് ഹു ഡസൻ മീറ്റ് ദാറ്റ് ക്രൈറ്റീരിയ, ഒരു അവരായിരിക്കും ആ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഐ ഓൾസോ തിങ്ക് ഇപ്പോൾ ഓരോ ലെവൽ കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ട്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അവർ അവാർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജോബ് സിമുലേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അത് ഒപ്പം നമുക്ക് എക്സ്ട്രാ അഡീഷണൽ സർട്ടിഫിക്കേഷൻസും ഓരോ ലെവൽ കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, ദാറ്റ്സ് നൈസ്. പിന്നെ ഐ തിങ്ക് PR എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? 36 months PR നമുക്ക് ഇപ്പോഴും 36 months തന്നെയാണ് ഉള്ളത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ 3 years 36 months റെലവന്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ECC മെമ്പർ ആവാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ദാറ്റ് 9 ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് ആ ഒബ്ജക്റ്റീവ്സും കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം ഒരു ഓപ്ഷണൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പല കാര്യങ്ങൾ AI സസ്റ്റൈനബിലിറ്റി, പിന്നെ Zoho അക്കൗണ്ട്സ്, അങ്ങനെ കുറേ ക്ലൗഡ് അക്കൗണ്ടിങ് കുറേ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ 36 monthsനകത്ത് ഈ 6 months അവർക്ക് നമുക്ക് ആ എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാം. കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഓപ്ഷണൽ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ 36നകത്തുനിന്ന് ആ 6 months നമുക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഞാൻ അഫിലിയേറ്റ് ആയല്ലോ, അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ പോകുമ്പോൾ ഞാൻ ഇതൊന്നും ചെയ്തില്ല, അപ്പോൾ എൻ്റെ വാല്യൂ കുറയുമോ? അപ്പോൾ അതല്ല, എനിക്ക് ഈ ഓപ്ഷണൽ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇപ്പം ഞാനൊരു മെമ്പറാണ്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷണൽ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യാം. അത് ആർക്ക് വേണമെങ്കിൽ ഏത് പോയിന്റിലും ഈ ഓപ്ഷണൽ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എൻ്റെ വാല്യൂ കുറയില്ല. ഭാഗ്യം. ഓക്കെ. പിന്നെ ഈ സിലബസിൽ ഭയങ്കര വലിയൊരു വ്യത്യാസം വരുന്നുണ്ടോ ഇതിൽ? സിലബസിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം തൽക്കാലം ACC അനൗൺസ് ചെയ്തേക്കുന്ന ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഏതൊക്കെ പേപ്പേഴ്സ് ആണ് മാറിയിരിക്കുന്നതാണ്. അപ്പം നമുക്ക് സിലബസിൻ്റെ കാര്യങ്ങളും ഒക്കെ അവർ വഴിയായിരിക്കും അത് അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. നവംബറിലായിരിക്കും നമുക്ക് സിലബസ് ചേഞ്ചസ് അല്ലെങ്കിൽ സ്പെസിമെൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോളജ് ലെവലിൻ്റെ അവർ അവൈലബിൾ ആക്കി തരിക. ആസ് ഓഫ് നൗ വി ഡോണ്ട് ഹാവ് ഇൻഫർമേഷൻ. നോളജ് ലെവലിൻ്റെ നമുക്ക് നവംബറിലാണ്. ഞാൻ കണ്ടിട്ടുള്ള മാർച്ചിലാണ് തോന്നുന്നു അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഇയർ മാർച്ചിലാണ് എക്സ്പെർട്ടീസും അതേപോലെ തന്നെ നമ്മളെ പ്രൊഫഷണൽ ലെവലിൻ്റെയും സ്പെസിമെൻ എക്സാംസും സിലബസ് ഒക്കെ റിലീസ് ആവുക. ഓക്കെ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ചസ് ഇൻ എഫക്റ്റ് വരാനായിട്ട് നമുക്ക് കുറേ ടൈം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഓൺലി ബൈ സെപ്റ്റംബർ 2027 ആ ഒരു എക്സാം ടൈമിലാണ് നമുക്ക് ഈ ഒരു ചേഞ്ച് വരുള്ളൂ. ഓക്കെ, നൈസ്. അപ്പോൾ സെപ്റ്റംബർ 2027 വരെ സമയമുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഞാനൊരു ACC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ സെപ്റ്റംബർ 2027 വരെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ കറണ്ട് സ്ട്രക്ചറിൽ നമുക്ക് ഈ 13 പേപ്പേഴ്സ് എഴുതി ഈ EPSM മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഉള്ള സ്ട്രക്ചർ എങ്ങനെയാണോ അതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്രയും ടൈം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഞാൻ പുതിയതായിട്ട് ACCക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റാണ്. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് 3 years വേണ്ടി വരും ഒരു നോർമൽ ഡ്യൂറേഷനിൽ ACC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ അത്ര ടൈമാണല്ലോ എടുക്കാറ്. അപ്പോൾ ആ സമയത്ത് ഐ വിൽ ബി ലൈക്ക് മിഡ് വേ ത്രൂ മൈ കോഴ്സ്. അപ്പോൾ ആ ടൈമിൽ എങ്ങനെയായിരിക്കും ഈ ചേഞ്ച് എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക? അപ്പം ഈ ഒരു ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 2027 ജൂൺ സെഷൻ വരെ ഈ ഒരു സെയിം പാറ്റേണിലായിരിക്കും നമുക്ക് പോവാം. ജൂൺ 27 വരെ ഉള്ള എക്സാമിൽ ഈ സെയിം പാറ്റേൺ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ട്രാൻസിഷൻ. അപ്പോൾ നിങ്ങൾ ACCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ ട്രാൻസിഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് ടൂളുണ്ട്. ട്രാൻസിഷൻ ടൂൾ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യാന്നുള്ളത്. അവിടെ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. നമ്മുടെ പേപ്പേഴ്സ് ഏതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ ഇത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് മോർ. അപ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ ഒരു ചേഞ്ച് വരുന്നുണ്ടാവുക എന്നുള്ള കാര്യം എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ല. അതാണ് ACC എപ്പോൾ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ കൊണ്ടുവന്നാലും ദേ ഗീവ് us ഇനഫ് ടൈം. ഐ മൈസെൽഫ് ഞാൻ ഇങ്ങനെ ഒരു ഫേസിൽ കൂടെ കടന്നു പോയതാണ്. കാരണം ഞാൻ ആദ്യം പേപ്പേഴ്സ് എഴുതുമ്പോൾ പെൻ ആൻഡ് പേപ്പർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ലെവൽസ് കുറച്ച് പഴയ പെൻ പേപ്പറിൽ എക്സാം എഴുതിയിട്ട് അന്നേരമാണ് അവർ പെട്ടെന്ന് ഈ CD ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഗീവ് us ടൈം, ഇനഫ് ടൈം. അതിലേക്കൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് സമയം തന്നല്ല. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ചേഞ്ചസ് ആണ് അടുത്ത സെഷൻ തൊട്ടെന്ന് ഒരിക്കലും അവർ പറയില്ല. ദേ വിൽ ഗിവ് us ഇനഫ് ടൈം. അതുപോലെ തന്നെ ഞാൻ പഠിക്കുമ്പോൾ P2 മാറി SBR ആയി, അതുപോലെ P1 P3 എന്നുള്ള കമ്പൈൻ ചെയ്ത് SBL ആയി. അപ്പോൾ SBRൻ്റെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ഞാൻ. പക്ഷേ ഇത് ഗിവ് us ഇനഫ് ടൈം. നമുക്ക് സ്പെസിഫിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം എപ്പോഴും ACC നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയകളിൽ കൊണ്ട് പോകുമ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിലും വേറെ സ്റ്റുഡൻസ് ആണെങ്കിലും ഇവരൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ് ലൈക്ക്
ഇത് ഞാൻ ഈ സ്ട്രക്ചറിൽ കംപ്ലീറ്റ് ചെയ്യണോ അതോ ഞാൻ വെയിറ്റ് ചെയ്യണോ? ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ ബി ടി എടുത്ത് കളയാന്ന് പറയും. അപ്പോൾ ബി ടി ഞാൻ ഇപ്പോൾ എഴുതിയിട്ടില്ല, ഞാൻ ബി ടി എഴുതാതിരിക്കുന്നു 2027 വരെ. ഇപ്പം ഞാൻ ഒരു പ്രൊഫഷണൽ ലെവൽ അതും ഓപ്ഷൻ പേപ്പർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ എഴുതാതിരിക്കണോ, ഞാൻ 2027 വരെ വെയിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം ഉള്ളത്? ഈവൻ ദോ ദേ അനൗൺസ് ദിസ് ചേഞ്ച്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഇൻഎഫക്റ്റീവ് വരാൻ 2027 ആവും. അപ്പം അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി എൻറോൾ ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എക്സാം എഴുതി തീർക്കുക, എന്നിട്ട് ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ജൂൺ 2027 ആയപ്പോഴത്തേക്കിനും പി ലെവൽ പേപ്പേഴ്സിലെ 2 എസെൻഷ്യൽ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഓപ്ഷണൽ പേപ്പേഴ്സിൽ നിന്ന് 1 പേപ്പറും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത സെഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി അഫിലിയേറ്റ്, EPSM കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി അഫിലിയേറ്റ് ആണ്. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷണൽ പേപ്പർ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ട്രാൻസിഷൻ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് എക്സാം എഴുതി തീർക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഓൾവേസ് വർക്ക് എക്സ്പോഷർ ആണല്ലോ ഇമ്പോർട്ടൻറ്റ്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കരുത്, എപ്പോഴും ലൈക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് അത്രയും എക്സ്പീരിയൻസ് ഒക്കെ ആക്കാൻ നോക്കണം. അല്ലാതെ എനിക്ക് ഒരു പ്രൊഫഷണൽ പേപ്പർ ബാക്കിയുണ്ട്, ഞാൻ അതുവരെ വെയിറ്റ് ചെയ്താൽ എക്സെപ്ഷൻ വാങ്ങിക്കട്ടെ വെച്ചിട്ടിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് തോന്നുന്നു അല്ലേ മേജർ ആയിട്ടുള്ള ചേഞ്ചസ്. ജൂലൈ 2027 അല്ലേ? അതുവരെ നമുക്ക് ഇതുവരെയുള്ള സെയിം സ്ട്രക്ചറിലായിരിക്കും എക്സാംസ് പോകുന്നത്. 13 എക്സാംസ് ആണ്. EPSM ഉണ്ട്, 36 months വർക്ക് എക്സ്പീരിയൻസ് വേണം. ഇതെല്ലാം അത് പറഞ്ഞപ്പോൾ EPSM ഇപ്പം ഞാൻ EPSM കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ പോകുമ്പോൾ 2027 ആകുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നീട് പുതിയ മൊഡ്യൂളാണോ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അതോ പഴയതാണോ? പുതിയ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. സെപ്റ്റംബർ ആകുമ്പോഴും അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പുതിയ മൊഡ്യൂൾസ്, എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഫൈനൽ ആയിട്ടുള്ള ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു അല്ലേ മേജർ ആയിട്ടുള്ള ഇപ്പോൾ പുതിയ ചേഞ്ചസും കാര്യങ്ങളും. സിലബസിലുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു November 2025 അതേപോലെ മാർച്ചിൽ നമുക്ക് എക്സ്പെർട്ടീസ് ലെവലും അതേപോലെ പ്രൊഫഷണൽ ലെവലിലെയും സിലബസിലുള്ള ചേഞ്ചസും സ്പെസിമെൻ എക്സാംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ ഇതൊക്കെയായിരുന്നു മേജർ ആയിട്ടുള്ള ചേഞ്ചസ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം. ട്രാൻസിഷൻ ടൂളും നമുക്ക് ACCA ഗ്ലോബൽ സൈറ്റിൽ കിട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ്സും നിങ്ങളുടെ ട്രാൻസിഷനും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു എവരിവൺ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ACCA ജേർണി.